ഗായ്സ്, അപ്പോൾ റൂമിൻ്റെ കീ കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണ് നമുക്ക് റൂമിൻ്റെ അകമൊന്ന് പരിശോധിക്കാം. ഇത് ശരിക്കും ലീ റോയൽ എന്ന് പറഞ്ഞ ഹോട്ടലാണ്. ഫസ്റ്റ് ട്രിപ്പ് ആയതുകൊണ്ട് ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചു. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് നമുക്ക് എങ്ങനെയുണ്ട് എൻ്റെ ഹോട്ടൽ റൂമിൻ്റെ അകമെന്ന് നോക്കാം. ഇതാണ് ഇതിൻ്റെ കീ. ശരിക്കും ഇത് ഇവിടെ ഇങ്ങനെ വെക്കുമ്പോൾ ഇത് തുറന്നു. ഇതിൻ്റെ അകത്ത് കയറി കഴിയുമ്പോൾ ഇതാണ് ഹോട്ടലിൻ്റെ ഉൾവശം. ഈ ലൈറ്റ് കത്തണമെങ്കിൽ ഈ നമ്മുടെ ഈ കീ എടുത്ത് ഇതിൻ്റെ അകത്ത്, അതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഓ, ഇങ്ങനെ കയറി വരുമ്പോൾ ഇതാണ് റൂം. 2 ബെഡുണ്ട്. ഓക്കെ, കുറേ വന്നപ്പോൾ തന്നെ ഇവിടെ കുറച്ച് സ്വീറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഞാൻ എടുത്ത് കഴിച്ചു. പിന്നെ ഇത് ഇത്തിരി ലക്ഷറി ഹോട്ടൽ ആയതുകൊണ്ട് ഇതിൻ്റെ ഫെസിലിറ്റീസ് എല്ലാം ഗംഭീരമായിട്ടുള്ള ഫെസിലിറ്റീസാണ്. ഇതിൻ്റെ കബോർഡാണ്, അയൺ ബോക്സ് എല്ലാം ഉണ്ട്. അത് അടച്ചു കഴിയുമ്പോൾ ശരിക്കും ഇങ്ങനെ ഇതായിട്ടേ ഇരിക്കുകയുള്ളൂ. റൂം എന്ന് പറയുമ്പോൾ ശരിക്കും എന്താ പറയുക, ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് 12ാമത്തെ നിലയിലാണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് ബെയ്റൂത്ത് സിറ്റിയുടെ മെയിൻ സെൻറ്ററിലാണ്. ഇവിടുത്തെ ഒരു ഏറ്റവും അത്യാവശ്യം എക്സ്പെൻസീവ് ഹോട്ടലിലൊന്നാണ്. ഈ ഹോട്ടലിൻ്റെ ഇതാണ് നമ്മുടെ ബാൽക്കണി. ഈ ബാൽക്കണിയിൽ നിന്ന് താഴോട്ട് നോക്കിയാൽ ഉള്ള കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിന് കുളിർമയാകുന്ന കാഴ്ചയാണ്. ഇത് നോക്കിയേ, എൻ്റെ ബെഡ്റൂമിൽ നിന്ന് ബാൽക്കണിയിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോഴുള്ള വ്യൂ ആണ്. താഴെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്, ജിമ്മുണ്ട്, ഇങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. ഹോട്ടലിൻ്റെ പുറത്തുള്ള വ്യൂ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഉണ്ട് ഫുൾ ലെബനോൻ ഇവിടുന്ന് നോക്കിയാൽ കാണാം. ലെബനോൻ്റെ സൗന്ദര്യം ഈ വീഡിയോയിലൂടെ ഫുള്ള് കാണിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇനി ഓരോരോ കാഴ്ചകളിലോട്ട് നമ്മളിങ്ങനെ പോകും. അത്യാവശ്യം നല്ല കാലാവസ്ഥയാണ്. ഒരു 22 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇപ്പോൾ ഉച്ചയ്ക്ക് 1 മണിയായി. എന്നിട്ടും വലിയ കുഴപ്പമൊന്നുമില്ല. വൈകിട്ടാകുമ്പോൾ ഇവിടെ ഒരു ഡ്രിങ്കൊക്കെ ആയിട്ടൊക്കെ ഇവിടെ ഇരിക്കാം. നല്ല ഇതായിരിക്കും. ഇതാണ് റൂമിൻ്റെ അകം. അപ്പോൾ എന്തായാലും ഞാൻ വന്ന് കയറി ഈ ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് ഇവിടെ ഒരു നൈസ് വ്യൂ എടുത്തതാണ്. വന്നപ്പോൾ തന്നെ ഇവിടെ നമ്മൾക്ക് കുറേ സ്വീറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് വന്നപ്പോൾ സ്വീറ്റ്സാണ് കഴിച്ചത്. പിന്നെ ഇവിടെ ചായ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ അതെല്ലാം ഹോട്ടലിലും ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള ഓരോ വിശേഷങ്ങളായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ ഗായ്സ്.